ഹലോ ഗായ്സ്, എൻ്റെ പേര് അരുൺലാൽ. ഇന്നെൻ്റെ പുതിയതായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നെൻ്റെ ഒരു ദിവസത്തെ ഒരു കണ്ടൻറ്റാണ് ഞാൻ ഇടുന്നത്. ജർമ്മൻ പഠിക്കാൻ പോകുന്നത്, ഞാനൊരു ജർമ്മൻ സ്റ്റുഡൻ്റാണ്. ആ ഒരു കണ്ടൻറ്റാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ വന്നിട്ട് പോയി. ഇതാണ് നമ്മളുടെ പരവൂർ സ്റ്റേഷൻ. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിലോട്ടേക്ക് നടന്ന് നീങ്ങുകയാണ് ഗൈസ്. എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് വെയിറ്റ് ചെയ്യാനുണ്ട്. അവനെ ചെന്ന് വെയിറ്റ് ചെയ്യണം. അവൻ ബസ്സിലാണ് വരുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ വന്നപ്പോൾ തന്നെ മഴ എന്നെ ചതിച്ചു ഗൈസ്. അങ്ങനെ ആ മഴയിൽ തന്നെ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ എൻ്റെ ട്രെയിൻ വന്നു. വലിയ ലാഗായിരുന്നില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ ട്രെയിനിലെ വിശേഷങ്ങൾ നോക്കാം. ട്രെയിനകത്ത് കയറി അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയായിരിക്കും ഗൈസ് ഉണ്ടായിരിക്കുന്നത്. നനഞ്ഞൊരു കോലമായി ഗൈസ്. അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ട് കായലും കണ്ട് നേരെ നമ്മളിതാ കൊല്ലത്തേക്ക് എത്തുകയാണ് ഗൈസ്. കൊല്ലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ നേരെ എൻ്റെ കൂട്ടുകാരനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ചിന്നക്കടലിലോട്ട് പോകുന്നു. അങ്ങനെ നടന്ന് നീങ്ങുകയാണ് ഗൈസ്. ആ വരുന്ന വഴിയിലൊരു ട്രെയിൻ വരുന്നു. ഏതോ ടെസ്റ്റിന് കൊടുക്കുന്നൊരു ട്രെയിനാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ അതൊന്നും നമ്മൾ മൈൻഡാക്കിയില്ല. നമ്മൾ നേരെ നടന്ന് നീങ്ങി ഗൈസ്. അങ്ങനെ നടന്ന് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചൂടായതുകൊണ്ട് ഞാൻ തൊപ്പി ഊരി വെച്ച് ഗൈസ്. അങ്ങനെ ഗൈസ്, ഞാൻ അവിടെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ നേരത്ത് അവിടുത്തെ വണ്ടികളും കണ്ട് ഇങ്ങനെ ഒരു ഇരുന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വന്നു ഗൈസ്. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് നീങ്ങുവാണ് ഗൈസ്. ഈ കൊച്ചു ബ്ലോക്കിനിടയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് നീങ്ങുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് 1 കിലോമീറ്ററോളം നടക്കണം ഗൈസ്. അപ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെ ബ്ലോക്കും കാര്യങ്ങളും നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ നേരെ നടന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ 10ലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾ ഫോണിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ആൾ ചിരിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ടെൻസിങ്ങിലേക്ക് എത്തി. ഇതാണ്ട് ടെൻസിങ്, മാനേജ്മെൻറ്റ് ഓഫ് ടെൻസിങ്. അങ്ങനെ നമ്മൾ ക്ലാസ് റൂമിലെത്തി. ക്ലാസ് റൂമിലെ വിശേഷങ്ങളാണ് ഇതെല്ലാം ഗൈസ്. അങ്ങനെ തിരിച്ച് ബസ്സിലാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ ഒടുവിലെല്ലാം കഴിഞ്ഞു ഗൈസ്. എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.